കാര്യമായിട്ട് നമ്മുടെ ചാനലൊന്ന് വൈറലാണെങ്കിലും അതേപോലെ നമുക്ക് വ്യൂസ് കൂട്ടി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം, SEO കറക്റ്റ് ആണോ നോക്കണം. പല ആളുകളുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ചാനൽ ഒന്ന് എങ്ങനെയെങ്കിലും വൈറലായി എടുക്കാന്നുള്ളതാണ് നമ്മുടെ പല ആളുകളുടെ ആഗ്രഹം. അതേപോലെ നമ്മളെ പോലുള്ള ആൾക്കാർ കിട്ടും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ റെഡി ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ എത്ര നല്ല വീഡിയോ ചെയ്താലും നമുക്ക് വ്യൂസ് കയറുന്നില്ലെങ്കിൽ അതിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ള നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ആ ഒരു സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലായിട്ട് വന്നത്. ഹായ് ഹലോ, ഞാൻ ജ്യോതിഷ്. യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ ഓപ്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് വേണം അതിൻ്റെ സെറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെയുള്ള വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഇതെന്നും ഇങ്ങനെ പറയുന്നുണ്ട്, മറന്നു പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. അതിന് ശേഷം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. യൂട്യൂബിൽ ഇപ്പോൾ പല പല ക്രിയേറ്റേഴ്സും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീഡിയോ. അപ്പോൾ അവർ വീഡിയോ ചെയ്യുന്നതിൽ അവർ അതിനകത്ത് കൊടുക്കുന്ന നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ഉദാഹരണത്തിനൊന്ന് ടൈപ്പ് ചെയ്ത് നമ്മളൊന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളുടെ ചാനലും അവർ ചെയ്യുന്ന വീഡിയോൻ്റെ ഇതൊക്കെ നമുക്ക് റെക്കമെൻഡായിട്ട് കാണുന്നുണ്ടാവും. അപ്പം ആ ഒരു റെക്കമെൻഡിൽ വരുന്നത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത വീടുണ്ടല്ലോ, ആ വീട് നമുക്ക് എങ്ങനെയാണ് അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ആ വീഡിയോ വന്നതെന്ന് നോക്കുക. അപ്പോൾ ആ ഒരു വീട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ അതൊന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ കോപ്പി ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SEO എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കണമല്ലോ. SEO നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, അതിനായിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കണം. അതിന് ശേഷം youtube.login കൊടുത്തതിന് ശേഷം നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് താഴെ കാണാം നമ്മളെ സെറ്റിങ്സ്. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷന് കാണാൻ പറ്റും ചാനൽ എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ നമുക്ക് കാണാം കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് നമ്മുടെ കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം പലരും പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ നെയിം എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരാത്തതെന്ന്. അപ്പോൾ നമ്മുടെ നെയിമും നമ്മുടെ ലിങ്കും ഒക്കെ ആഡ് ചെയ്ത് കറക്റ്റ് കൊടുക്കേണ്ട ഒരു ഇതാണ് ഈ SEO എന്ന് പറയുന്നത്, ഈ കീവേഡ്സ്. അപ്പോൾ ഈ കീവേഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കാറ്റഗറി ഇപ്പോൾ യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും യൂട്യൂബ് ടിപ്സ് എന്നോ അല്ലെ യൂട്യൂബേഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ കൂടുതൽ നല്ല നല്ല റിച്ച് ആയിട്ടുള്ള ചാനലിൻ്റെ ഒക്കെ വരുന്ന ഏത് ടൈപ്പ് ചെയ്തിട്ടാണോ ആ ഒരു വീട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ കോപ്പി ചെയ്തിട്ട് ഈ കീവേഡ്സിൽ വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എന്താണോ അതും ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നെയിമും പല രീതിയിലാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ വീഡിയോ ചെയ്യുന്നത് കറക്റ്റ്. നമുക്കിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്യുകയാണ് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ആ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് ടൈപ്പ് ചെയ്യുന്നിടത്ത് നമ്മുടെ വീഡിയോയും ആ ഒരു റെക്കമെൻഡിലായിട്ട് അവിടെ കാണാൻ പറ്റും. ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതെടുത്ത് കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമുക്കിപ്പോൾ വീഡിയോ ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്തവർക്കാണ്. അത് നമ്മളെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അനലറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ എടുക്കുക. ആ ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ മുകളിൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ട്രെൻഡ്സിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു തരുന്നുണ്ടാവും 2-3 കണ്ടന്റ് നമുക്ക് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കാറ്റഗറി ആണെങ്കിൽ അതെടുത്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മൊത്തത്തിൽ നമ്മുടെ ഓരോ കാറ്റഗറിയിലുള്ള നെയിമിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഹൈ വോളിയം, മീഡിയം വോളിയം, ലോ വോളിയം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാറ്റഗറി ഏതാണോ അതിൽ ഹൈ വോളിയം ഉള്ളത് എന്ത് ചെയ്യുക, 2 നോട്ട് ചെയ്ത് മാറ്റി വെക്കുക. അത് നമുക്ക് എന്തിനാണെന്ന് അറിയാം, നമ്മൾ ആ ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മളെന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ ആ ചെയ്യുന്ന കാറ്റഗറിയിൽ തന്നെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് നേരെ അതേപോലെ തന്നെ ആ ട്രെൻഡ്സിൽ നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹൈ വോളിയം മീഡിയം വോളിയം മൊത്തം കാണുന്നുണ്ടല്ലോ, അത് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. അത് എത്ര ഉണ്ടോ അത് മൊത്തം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക.
സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ കാറ്റഗറിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്മുടെ ഹൈ വോളിയം എന്ന് കാണിച്ച രണ്ട് മെയിനായിട്ടുള്ള നമ്മൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അതെടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മളെ ടൈറ്റിലിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു മലയാളം കൂടി വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മലയാളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാമെന്നറിയോ, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച അതിൻ്റെ വേർഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പോൾ എല്ലാവരുടെ ഫോണിലും ഒരുവിധം കാണുന്നതാണ് ഒരു ക്യാമറേൻ്റെ ഒരു സ്കാനർ പോലെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഒരു വിധം ഫോണിലൊക്കെ ഇപ്പോൾ യൂസായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഞാൻ കാണിച്ചു തരാം സ്ക്രീനിൻ്റെ സൈഡിൽ. അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ ആ വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു സ്ക്രീനിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൊത്തത്തിൽ നമ്മൾ ആ വേർഡ് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അത് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ചെന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഓർഡർ പോലെ മൊത്തത്തിൽ നമ്മൾ ആ കോപ്പി ചെയ്ത് ഫുള്ള് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ ചാനൽ മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്ന കാറ്റഗറി ഏതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അവരെ ലിസ്റ്റിൽ റെക്കമെൻഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വൈറലാവുകയും ചെയ്യും. അതേപോലെ യൂട്യൂബ് കാണിച്ചു തരുന്ന അതേപോലെ തന്നെ നമ്മൾ ആ ടൈറ്റിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല വൈറലായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതേപോലെ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളിലായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെ ചെറിയ ചെറിയ നോക്കുകളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.